വിവാദം ഉണ്ടാക്കാൻ വരുന്നവർ, അവർക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ: കളിയാക്കുക, മുമ്പിൽ നിൽക്കുന്ന വ്യക്തികളെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഞാനാണ് യഥാർത്ഥ സത്യമെന്ന് പറയുക. ഈ ലക്ഷ്യമായിട്ട് വരുമ്പോൾ അവരുടെ അടുത്ത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവരിങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടിരിക്കും, ഞാനാണ് ശരി, ഞാനാണ് ശരി, ഞാനാണ് ശരി. അതിൽ യേശു കൊടുത്ത 3 ഭാവങ്ങളുണ്ട്. യേശു ഈ വിവാദങ്ങളൊക്കെ പറഞ്ഞപ്പോഴും യേശു ശാന്തനായി, സദുക്കാരുടെ മുമ്പിൽ ശാന്തനായി എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കത് പറ്റാറില്ല. പെട്ടെന്ന് നമ്മൾ പൊട്ടിത്തെറിക്കും. എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും ഒന്ന് മനസ്സിലാക്കാൻ പറ്റാറില്ല. 2, സത്യം എന്താണെന്ന് കൃത്യമായിട്ട് യേശു പറഞ്ഞു. നമുക്ക് അവരുടെ മുമ്പിൽ വേറെ കാര്യങ്ങളൊന്നും പറയേണ്ട, വേറെ ആരുടെയും സഹായം തേടുകയില്ല. സത്യം എനിക്കറിയുമെങ്കിൽ അത് പറയുക. അവരുടെ മുമ്പിൽ മനസ്സിലാകുന്നില്ല കേട്ടോ, മനസ്സിലാകുകയില്ല. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവർക്ക് ലക്ഷ്യം ഒന്നേ ഉള്ളൂ: നമ്മളെ നശിപ്പിക്കുക. നമ്മളതുകൊണ്ട് നമ്മൾ സത്യം പറയുക. 3-ാമതായിട്ട് നിശബ്ദനായി പിന്നെ യേശു വേറെ ഒന്നുകൂടെ സംസാരിച്ചിട്ടില്ല. പിന്നെ നിശബ്ദതയിലേക്ക് കടന്നു വരികയാണ്. ഞാൻ അതാണ്, അതുകൊണ്ടാണ് കാര്യം, അല്ലെങ്കിൽ വേറെ കുറേ പേര് വിളിച്ചുകൊണ്ട് വന്ന്, അല്ലെങ്കിൽ യേശു വേറെ ആരുടെയെങ്കിലും എടുത്തു പോയിട്ട്, ദേ കണ്ടില്ലേ, അവൻ അങ്ങനെ പറഞ്ഞു, അവൾ അങ്ങനെ പറഞ്ഞു, ഇത് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ പുണ്യം കാണിക്കാൻ വേണ്ടി വേറെ ആളുടെ അടുത്ത് പോകും. ഈ വേറെ ആൾക്കാരെന്ത് ചെയ്യും? ഇവർ 2 പേരും കൂടി ചേർത്ത് വെച്ച് മറ്റൊരാളുടെ അടുത്ത് പോകും. ഇതാണ് ഉണ്ടാവുക. അതല്ല നമ്മൾ ചെയ്യുക. യേശു കാണിച്ച 3 ഭാവങ്ങൾ ഇതാണ്. അപ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കാൻ കുറേ പേര് പരിശ്രമിക്കും. അവരെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ ഒരു ലക്ഷ്യം ഉണ്ടാകില്ല. ഒരു ലക്ഷ്യമുള്ളൂ: അവരുടെ ഉള്ളിൽ എന്തൊരു സ്വാർത്ഥ ലാഭമുണ്ട്. അതവർ തീർക്കുന്നത് വരെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങനെ തല്ല് പിടിപ്പിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇന്ന് സദുക്കായർ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിവാദം ഉണ്ടാക്കുന്നവരാകാതിരിക്കാൻ പരിശ്രമിക്കുക.